ഹലോ എവരിവൺ, ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് കാജൽ രാജുവാണ്. ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിൽ 167th റാങ്കാണ് കാജലിന് കിട്ടിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. കാജലിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം കാജലുമായിട്ടുള്ള ഈ ഒരു അസോസിയേഷൻ വളരെയധികം ലോങ് ആണ്. നമ്മൾ 2022 നമ്മൾ ആദ്യമായിട്ട് കാജൽ സോഷ്യോ മെൻറ്റേഴ്സിൽ വരുന്നതും 2022 to 2026 4 years നീണ്ടു നിന്ന ഒരു ജേണി. പക്ഷെ ഒടുവിൽ ഭയങ്കര ഒരു ഹാപ്പി എൻഡിങ് ആണ്. കാരണം കാജലിന് ഏറ്റവും ആഗ്രഹിക്കുന്ന IAS എന്ന സ്വപ്നം നേടാൻ പറ്റി എന്നുള്ളതാണ്. സോ ഈ ഒരു 4 yearsലെ ജേണിയെ ഈ ഒരു പോയിന്റിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരിക്കലും 22 ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 26 എത്തി നിൽക്കുന്നു വിചാരിച്ചില്ല. അതൊരു മിസ്കൺസെപ്ഷൻ ആയിരുന്നു. അഗൈൻ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളൊരു ധാരണയായിരുന്നു. അപ്പോൾ 22 സ്റ്റാർട്ട് ചെയ്തപ്പം സംഭവം ലക്കിലി എനിക്ക് സർവീസിലേക്ക് കയറാൻ പറ്റി. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു കോംപ്ലസൻസി വരും ഏതെങ്കിലും ഒരു പോയിന്റിൽ എഴുതണമെന്നുള്ളതൊക്കെ. പിന്നെ ട്രെയിനിങ്ങിൽ ഇരിക്കും നമുക്ക് ഒന്നുകൂടെ കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഒരു 4th attempt വരെ എത്തി നിൽക്കുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കൊടുത്തു, സർവീസിൽ കയറി. സെക്കൻഡ് അറ്റംപ്റ്റിൽ കൊടുത്തു, വീണ്ടും സെയിം റാങ്ക് വന്നു. അപ്പം കൺസിസ്റ്റൻ്റ്ലി നമുക്ക് റാങ്ക് ലിസ്റ്റിലോട്ട് വരുമ്പം നമുക്ക് എങ്ങനെയും ഇനി ഒരു അറ്റംപ്റ്റ് കൊടുക്കണ്ട എന്ന് തോന്നില്ല. ലൈക്ക് സംഭവം ട്രൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പ് വരും. പിന്നെ നമ്മൾ ചുറ്റും കാണുന്ന ആൾക്കാരൊക്കെ കുറേ അറ്റംപ്റ്റുകൾ എടുത്തിട്ട് ഫൈനലി ദിൽ ഗെറ്റ് എ ഹാപ്പി എൻഡിങ് എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം അങ്ങനെയാണ് 3rd attempt കൊടുക്കുന്നത്. പക്ഷെ അപ്പോൾ പ്രിലിംസ് കയറിയില്ല. അപ്പോൾ അതൊരു അഗെയിൻ ഒരു സെറ്റ് ബാക്ക് ആയിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു ഭയങ്കര അൺസർട്ടൺ ജേണിയാണ്. കാരണം ഞാൻ 2 വർഷം റാങ്ക് ലിസ്റ്റ് കയറി 3ാമത്തെ വർഷം എനിക്ക് പ്രിലിംസ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ലൈക്ക് ആ ഒരു കുറച്ചുണ്ടായിരുന്നൊരു കോൺഫിഡൻസ് ഒക്കെ പോയി. പിന്നെ എല്ലാത്തിലും ഞാൻ അത്യാവശ്യം നല്ലോണം പണിയെടുത്തു. ആൻഡ് ഫൈനലി ആണ് 4th attempt എത്തി നിൽക്കുന്നത്. ഈ ഒരു അറ്റംപ്റ്റിലും ഈ ഒരു റാങ്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ബട്ട് സംഹൗ എല്ലാ ഫാക്ടേഴ്സും ഐ തിങ്ക് ഫെൽ ഇൻ പ്ലേസ് ആൻഡ് ദിസ് ഹാപ്പൻഡ്. എല്ലാവരും ജനറലി നമ്മളുടെ ഏറ്റവും അവസാനം നമ്മൾ എവിടെ എത്തുന്നു എന്നുള്ള കാര്യം മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ ഇതിനിടയിലാണെങ്കിലും സാധാരണഗതിയിൽ ചിന്തിക്കുമ്പം ആദ്യം തൊട്ടിട്ടേ സർവീസിലുണ്ടല്ലോ, അപ്പം പിന്നെ പേടിക്കാനില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ജനറലി പറയുന്നത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇത് ആദ്യ അറ്റംപ്റ്റിൽ കിട്ടിയെന്ന ഒരാളെന്ന നിലയിൽ കാജലിനാണെങ്കിൽ പോലും ത്രൂ ഔട്ട് ഫർദർ അറ്റംപ്റ്റ്സിനകത്ത് കാജലിന് എന്തായാലും സർട്ടൻ സ്ട്രഗിൾസ് നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെ സ്ട്രഗിളായിരുന്നു മെയിനായിട്ട് കാജൽ നേരിടേണ്ടി വന്നത്? ആൻഡ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ സാഹചര്യങ്ങളെ കാജൽ ഓവർകം ചെയ്തതെന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. സർ, ഇപ്പൊ പറഞ്ഞ പോലെ ആ സർവീസിലുണ്ടെന്നുള്ളത് ഒരു പോയിന്റിൽ ഒരു പ്രിവിലേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നമുക്ക് ബാക്കി ലിസ്റ്റ് കയറാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഉണ്ടാകുന്ന ഒരു മെന്റൽ സ്പേസ് ആയിരിക്കില്ല നമുക്ക്. അറ്റ്ലീസ്റ്റ് വി ഹാവ് എ ബാക്കപ്പ് പ്ലാൻ, അല്ലെങ്കിൽ ഒരു ജോലി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസിലുള്ള ഒരു ജോലി ഉണ്ട് എന്നുള്ളൊരു സംഭവം ബാക്ക് ഓഫ് ദ മൈൻഡിലുണ്ട്. പക്ഷേ സംവേർ ഇതിനല്ല ഞാൻ പരീക്ഷ എഴുതിയത് എന്നൊരു തോന്നലും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നലിലേക്ക് വരുന്നത്. അപ്പം ഞാൻ 2ാമത് എഴുതിയപ്പം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിനേക്കാളും നല്ലോണം പ്രിപ്പയർ ചെയ്തു, കുറച്ചുകൂടി ടാർഗറ്റഡ് ആയിട്ടും. കാരണം എനിക്ക് ഇനി വേണ്ടത് റാങ്ക് ഇമ്പ്രൂവ്മെന്റ് ആണ്. അപ്പം അതിന് ഞാൻ നോർമൽ പ്രിപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം ചെയ്തപ്പം വീണ്ടും ഞാൻ റാങ്ക് ആക്ച്വലി ബാക്കിലോട്ട് പോയി. അപ്പോൾ ലൈക്ക് ഐ സ്റ്റാർട്ടഡ്, എനിക്കൊന്ന് ആ അറ്റംപ്റ്റിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത്, റാദർ ദാൻ നോട്ട് ക്ലിയറിംഗ് പ്രിലിംസ്. അപ്പോൾ എനിക്ക് തോന്നി ലൈക്ക് ഒരു സെൽഫ് ഡൗട്ട് ഒക്കെ വരാൻ തുടങ്ങി. കാരണം ഞാൻ എപ്പോൾ എഴുതിയാലും ഈ ഒരു റാങ്കിൽ മാത്രമേ വരുന്നുള്ളൂ. ലൈക്ക് ഗെറ്റിംഗ് ഇൻ ടു റാങ്ക് ലിസ്റ്റ് ഇസ് എ ഗ്രേറ്റ് തിങ് ഓഫ് കോഴ്സ്. പക്ഷേ നമുക്ക് എപ്പോഴും ഡേ ബൈ ഡേ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് നമ്മൾ സീക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റാങ്കിൽ മാത്രം എന്തുകൊണ്ടാണ് ഇപ്പോഴും 900s തന്നെ സ്റ്റക്ക് ആവുന്നത്? അപ്പോൾ എവിടെയാണ് ഇത് ലാക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല, ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ സംവേർ നമ്മുടെ ഒരു എവിടേക്കോ സെൽഫ് വർത്ത് അസസ് ചെയ്യാനും അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് വരാനും ഒക്കെ ഒരു സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു മെന്റൽ പ്രഷറായിരുന്നു സംവേർ ഞാൻ നേരിട്ടൊരു മേജർ പ്രോബ്ലം. സോ അത് ഓവർകം ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ലൈക്ക് എനിക്ക് ഒരു ഗുണം, ഒരു ക്വാളിറ്റി ഓഫ് മൈൻഡ് തോന്നിയിട്ടുള്ള ഐ വാസ് വെരി ഓപ്പൺ ടു ടേക്കിംഗ് ഗൈഡൻസ് ഓർ സീക്കിംഗ് അസിസ്റ്റൻസ്. അപ്പം എൻ്റെ ചുറ്റുമുള്ള ഇപ്പോൾ കളീഗ്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവരും കുറച്ച് ജേർണീസ് ആയിട്ട് ക്ലിയർ ചെയ്താണ് അവർ ഫൈനലി അവരുടെ ഡ്രീം അച്ചീവ് ചെയ്തത്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഒരുപാട് അഡ്വൈസ് എടുത്ത് ഇതിലെന്താണ് മാറ്റം വരുത്തേണ്ടത്, ലൈക്ക് എൻ്റെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഞാൻ കാണിച്ച് ഇതിലെന്താണ് കൊണ്ടുവരേണ്ടത്. സോ ഞാൻ ഇടയ്ക്കൊക്കെ അവരുടെ നിന്ന് ചീത്തയെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ സംവേർ ഇറ്റ് ഇസ് ഫോർ ദ ഗുഡ് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണത് ഓവർകം ചെയ്തത്. പിന്നെ ഇപ്പോൾ പേരൻസ് ആയാലും ഭയങ്കര എന്താ പറയുക സപ്പോർട്ടായിരുന്നു. ലൈക്ക് സംവേർ ഇപ്പോൾ 2 വർഷം റാങ്ക് ലിസ്റ്റ് കയറി. അപ്പോൾ അവർക്ക് അങ്ങനെ കയറുമ്പോൾ അവർക്കൊരു ട്രസ്റ്റ് ബിൽഡായി വരുന്നുണ്ട്, സംവേർ ഇത് കിട്ടും എന്നുള്ളത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസും കൂടെ കാണുമ്പോൾ നമുക്ക് വീണ്ടും ശ്രമിക്കാനുള്ളൊരു എനർജി കിട്ടും. ഇതിനകത്ത് ഇപ്പം നമ്മൾ സോഷ്യോളജി ഓപ്ഷണലിനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടും ഈ ഒരു എൻറ്റയർ ജേർണിയിൽ സോഷ്യോളജി ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു?
സോഷ്യോളജി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ എൻ്റെ ഒരു UPSC ജേർണിയിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത് സംവെയർ ടു മൈ ഹാർട്ട് സോഷ്യോളജി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഓപ്ഷനിലായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ റീസണബിളി ഗുഡ് മാർക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് ഞാൻ റാങ്ക് ലിസ്റ്റ് വരുന്നത്. സെക്കൻഡ് അറ്റംപ്റ്റിൽ പോയപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പേപ്പർ 1ന്റെ മാർക്ക് ഡിപ്പായി. സോ നാച്ചുറലി എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാനത് പ്രതീക്ഷിക്കുന്നത് ഇതൊരു ഇന്റർവ്യൂവിൽ അത് ഡിപ്പായി കാണും, അല്ലെങ്കിൽ GSൽ ഡിപ്പായി. സോഷ്യോളജിയിൽ ഐ വാസ് വെരി കോൺഫിഡൻറ്റ് എനിക്കൊരു ആ ഉണ്ടായിരുന്ന സ്കോർ നിലനിർത്താൻ പറ്റും, അല്ലെങ്കിൽ അതിൽ കൂടുതലൊരു ഇമ്പ്രൂവ്മെന്റ് വരുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് വന്നില്ല. അപ്പം അന്ന് ജനറലി എനിക്ക് തോന്നുന്നു ആ വർഷം സോഷ്യോളജിക്ക് ഒരു മോശം ട്രെൻഡായിരുന്നു. സോ എൻ്റെ കുറെ ഫ്രണ്ട്സ് സോഷ്യോളജി എടുത്ത ആൾക്കാരൊക്കെ കൈൻഡ് ഓഫ് സ്റ്റാർട്ടഡ് തിങ്കിങ് ഓഫ് ചേഞ്ചിങ് ഓപ്ഷണൽ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തി. പക്ഷെ ഐ വാസ് വെരി ക്ലിയർ ഇൻ മൈ മൈൻഡ് ദാറ്റ് എനിക്ക് ഇനി ഓപ്ഷണൽ മാറ്റണ്ടാവും. ഇനി ഒരു ഓപ്ഷനിൽ പഠിക്കണം എന്നുള്ളൊരു സാധനം. ബട്ട് അതിലുപരി എനിക്ക് ഫീൽ ചെയ്തത് സോഷ്യോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് പഠിക്കുമ്പം സംവെയർ ഐ വിൽ ബി റെഡി ടു ഡു ഇംപ്രൂവ്മെന്റ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഈ വർഷം ഞാൻ അതിന് വേണ്ടി അത്യാവശ്യം എഫേർട്ട് ഇട്ടു. സോഷ്യോളജി മാർക്ക് കുറയരുതെന്നുള്ളതുകൊണ്ട് മേ ബി ഐ സ്റ്റാർട്ടഡ് കുറച്ചുകൂടെ അതിൽ ആ സബ്ജക്റ്റിലോട്ട് ഡിവോട്ട് ചെയ്ത് ഇൻ ടു ദ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഐ തിങ്ക് ഇറ്റ് ഗോട്ട് റിവാർഡഡ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ കാജലിൻ്റെ ഒരു സോഷ്യോളജി പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പോയിന്റിൽ ചോദിക്കാനുള്ള കാര്യം, ഒരു ഓൾറെഡി സോഷ്യോളജി എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കൊരു ഗുണം കിട്ടുന്ന രീതിയിൽ കാജലിന് എന്തൊക്കെ ടിപ്സാണ് പറയാനുള്ളത്? കാരണം കാജലിൻ്റെ ജേർണി കാജൽ ഓൾറെഡി പറഞ്ഞതുപോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്ന ജേർണിയാണ്. അപ്പം എവിടെയാണ് അപ്സ് ഉണ്ടായത്, എവിടെയാണ് ഡൗൺസ് ഉണ്ടായത്, അതിനെങ്ങനെ ഓവർകം ചെയ്യാം, അതിനെന്തായിരുന്നു കാജലിൻ്റെ സ്ട്രാറ്റജി എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? സർ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു പഠിക്കുന്ന ആൾ ജനറലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക, തിയറീസ് സ്ട്രോങ് ആക്കുക, അങ്ങനെയുള്ള ജനറൽ കാര്യങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി ചെയ്യണം. അപ്പോൾ എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് പേപ്പർ 1ലാണ് മാർക്ക് കുറഞ്ഞത്. അപ്പം കൺസിസ്റ്റൻ്റ്ലി പേപ്പർ 2ൽ ഐ വാസ് സ്കോറിങ് ഫൈൻ. അപ്പം എനിക്ക് തോന്നി എന്താ പറയുക ജനറൽ, കാരണം പേപ്പർ 2ൽ വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ജനറൽ ടൈപ്പാണ്, കണക്ട് ചെയ്ത് ഇന്റർലിങ്ക് ചെയ്യേണ്ട. അപ്പം ആ ഒരു നാക്ക് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നി. പക്ഷെ പേപ്പർ 1 ഇസ് മോർ തിയറിറ്റിക്കൽ. അപ്പൊ അവിടെ എന്താണ് മിസ്സിംഗ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പോഴാണ് ഞാൻ സാറിന്റെ അടുത്ത് ടെസ്റ്റ് സീരീസ് എടുക്കുന്നതും. അപ്പൊ നമ്മളെല്ലാവരും ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഇരുന്ന് എന്താണ് ആ 23ൽ പറ്റിയത്, എന്താണ് സ്ട്രാറ്റജി റിവൈസ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കി. അപ്പോഴാണ് ആ ഒരു തിയറിയുടെ ഡെപ്ത് ആണ് പ്രശ്നം എന്ന് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് അറിയില്ല അതായിരുന്നോ പ്രശ്നം എന്ന്, ബട്ട് വി ആർ ഗെസ്സിങ് അതായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് എന്താ പറയുക 4th അറ്റംപ്റ്റ് ചെയ്തപ്പോഴേക്ക് തിയറിയുടെ ഡെപ്ത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആസ്പിറൻസ് ജനറലി വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് അതായിരിക്കും. ഒന്ന് നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് എഴുതുന്നു, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് ആക്ച്വലി തിയറി മനസ്സിലായിട്ടുണ്ടെങ്കിലും അത് പേപ്പറിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല വളരെ സിമ്പിൾ വേർഡ്സിൽ. പിന്നെ ആ കോണ്ടെക്സ്റ്റുവലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് എനിക്ക് തോന്നി. അതാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചത്. അതായിരിക്കും ചിലപ്പോൾ സംഭവം ഫൈനായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു. കാജലിൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പം കാജലിൻ്റെ ഒരു മാർക്സിൻ്റെ ഒരു ട്രജക്ടറി നോക്കിയാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 260+ മാർക്സ് സോഷ്യോളജിയിൽ കാജലിന് സ്കോർ ചെയ്യാൻ പറ്റി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ 260+ സ്കോർ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഏതൊരു ഓപ്ഷണൽ എടുത്താലും. അത് കഴിഞ്ഞ് സെക്കൻഡ് അറ്റംപ്റ്റിൽ മാർക്ക് താഴേക്ക് പോകുന്നു. എന്തായിരിക്കും? കാരണം ഇത് ജനറലി നമ്മൾ കാണുന്ന ഒരു ട്രെൻഡുമാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാർക്ക് കൂടുന്നു, സെക്കൻഡ് അറ്റംപ്റ്റിൽ മാർക്ക് കുറയുന്നു. അപ്പം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം നടക്കുന്നതെന്ന് ചോദിച്ചാൽ കാജലിന് ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താണ് കാജലിന് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ വളരെ ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, പിന്നെ നമുക്ക് അത്ര സമയമില്ല കുറെ കാര്യങ്ങൾ പഠിക്കാൻ. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ സംഭവം മാനേജ് ചെയ്യുന്നുണ്ട്. ആ ഒരു സിംപ്ലിസിറ്റി സെക്കൻഡ് അറ്റംപ്റ്റിലോട്ട് വരുമ്പോൾ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സെക്കൻഡ് അറ്റംപ്റ്റിൽ ഐ വാസ് തിങ്കിങ് ലൈക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ക്ലിയർ ചെയ്തു, അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം മൈ ആൻസർ റൈറ്റിംഗ് ഇസ് ഓൾ സെറ്റ്. ഇനി ഞാൻ ഫോക്കസ് ചെയ്യുന്ന കണ്ടന്റിലേക്കാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കുറെ കണ്ടന്റ് ബിൽഡ് ചെയ്തു. ആ കണ്ടന്റ് ഞാൻ എല്ലാം കൂടെ അവിടെ എഴുതിയോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല ആലോചിക്കുമ്പോൾ. ബട്ട് മേ ബി എഴുതി കാണണം, അല്ലെങ്കിൽ ആ കണ്ടന്റ് മിസ്പ്ലേസ്ഡ് ആയി കാണും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഐ ഫീൽ ലൈക്ക് ആ ഓവർ ഇപ്പൊ സാറായാലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കണ്ടന്റ് ബിൽഡ് ചെയ്യുന്നതിൽ അത്രയും ഫോക്കസ് ചെയ്യേണ്ട, എല്ലാ കണ്ടന്റ് നമുക്ക് ആ തിയറീസ് ആയാലും നല്ല ഡെപ്തിൽ മനസ്സിലാക്കി അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നു ആ ഒരു മാർക്സ് കുറയാനുള്ളൊരു കാരണം. അപ്പം ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ കണ്ടന്റ് പഠിക്കുന്നു. അപ്പം കൂടുതൽ കണ്ടന്റ് പഠിക്കുമ്പം നമ്മൾക്ക് ആ കണ്ടന്റ് പേപ്പറിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ അഡ്രസ്സിങ് കോംപ്രമൈസ് ആവുന്നതായിരിക്കാം പ്രശ്നം എന്ന് കാജലിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്തായാലും ഇതൊക്കെ പഠിച്ചല്ലോ, ഇത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സ്പിറ്റ് ചെയ്യണം എന്നൊരു തോന്നൽ സംവേർ വന്നിട്ടുണ്ടാവും.
അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ആ ഡിമാൻഡിൽ ചിലപ്പോൾ ആ കണ്ടന്റിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഡിമാൻഡിൽ ചിലപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് അതിന് മുന്നത്തെ കാര്യങ്ങളോ അതിന്റെ കോണ്ടെക്സ്റ്റോ അങ്ങനെ അത്രയും കാര്യങ്ങൾ മാത്രമേ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് എഴുതുമ്പോഴേക്കും ചിലപ്പോൾ ആ ചോദിച്ച കാര്യം നമ്മൾ ചിലപ്പം ഫോക്കസ് ചെയ്യാൻ മറന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ തവണത്തെ മാർക്സ് വന്നില്ല, പക്ഷെ എന്നാൽ കൂടി ഈ തവണ കാജൽ എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യോളജിയിൽ ഡിഫറെൻ്റ് ആയി ചെയ്തത്? ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ മെയിൻലി ചെയ്തത് പേപ്പർ 1-ലാണ്. പേപ്പർ 1-ൽ ഇപ്പോൾ കഴിഞ്ഞ മുന്നത്തെ വർഷങ്ങളിൽ ഞാൻ തിങ്കേഴ്സിന് ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിങ്കേഴ്സിന് എനിക്ക് പറ്റുന്ന തിങ്കേഴ്സിനൊക്കെ അവിടെ ഇവിടെയൊക്കെ എഴുതണം. ഞാൻ ഈ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ നോക്കി PYQ ബേസ് ചെയ്തിട്ടുള്ള കുറേ തിങ്കേഴ്സിനൊക്കെ മുന്നേ ഞാൻ കേട്ടില്ലാത്ത കുറേ തിങ്കേഴ്സിന് നോട്ട് ഉണ്ടാക്കി. അപ്പം അവരെയൊക്കെ സംവേർ എനിക്ക് എഴുതാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ എഴുതണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ അതൊന്നും ഫോക്കസ് ചെയ്തില്ല, കാരണം ആ പേപ്പർ 1-ന്റെ മാർക്ക് കണ്ടതുകൊണ്ട്. അപ്പോൾ ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യുക സോൾലി, ഈവൻ തോ കണ്ടന്റ് ഇല്ല അല്ലെങ്കിൽ തിങ്കർ ഇല്ല എന്നുള്ളതൊരു പ്രശ്നമാക്കി എടുത്തില്ല. അപ്പൊ ആ പ്രോപ്പർലി ഒന്ന് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനെ കൃത്യമായി ബ്രേക്ക് ഡൗൺ ചെയ്യുക. കൃത്യമായി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ആ ഇപ്പോൾ ഏതിനാണ് വെയിറ്റേജ് കൂടുതൽ കൊടുക്കേണ്ടത്, ഏതിൻ്റെയൊക്കെയാണ് ഒരു മറുപുറം എഴുതേണ്ടത്, അങ്ങനെയുള്ള അത് സാർ എൻ്റെ പറഞ്ഞു. അത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കാരണം ചിലത് നമ്മൾ ഓവറായിട്ട് എഴുതുന്നു, അങ്ങനത്തെ ക്രിട്ടിക്കലി കീവേഡ് ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് മുതൽ പറയുന്നതാണ്, പക്ഷെ സംവേർ അത് ഫോളോ ചെയ്യാൻ പറ്റാറില്ല ചിലപ്പോൾ ആ 20 ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത്. സെക്കൻഡ്ലി ഞാൻ ചെയ്തൊരു കാര്യം, എനിക്ക് തോന്നുന്നു തിയറി എനിക്ക് അറിയായിരുന്നു, ബട്ട് ഇപ്രാവശ്യം ഞാൻ പ്രോപ്പർലി ഇരുന്ന് ഓരോ തിയറി കുറച്ച് സമയം എടുത്ത് വായിച്ചു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ അറിയാമെന്ന് വിചാരിച്ച കുറേ തിയറിയിൽ എവിടേക്കോ ഗ്യാപ്സ് ഉണ്ട്, എന്തൊക്കെയോ ഒരു ഇന്റർപ്രിട്ടേഷൻ്റെ മിസ്റ്റേക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അഗെയിൻ പ്രോപ്പർലി അന്ന് സാറിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് അതിന് യൂസ് ചെയ്തത്. അപ്പോൾ ആ ക്ലാസ് ഇരുന്ന് ഞാൻ പ്രോപ്പർലി ഇരുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓക്കെ ഇതിൽ എവിടെയാണ് ഗ്യാപ്പ് ഉള്ളതെന്ന് ആ 6 തിങ്കേഴ്സിനെ ഡർക്കെ മുതലുള്ള 6 തിങ്കേഴ്സിനെ പ്രോപ്പർലി ഇരുന്ന് ഫോക്കസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ നോക്കിയത് ആ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഈ പറയുന്ന കണ്ടന്റിനെ വളരെ സിംപ്ലിസിറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. ഈ 3 കാര്യങ്ങളാണ് ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്തത്. പേപ്പർ 2-ൽ എന്തെങ്കിലും പ്രാവശ്യം ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? പേപ്പർ 2-ൽ അത്രയും ഡിഫറൻസ് കൊണ്ടുവന്നില്ല. ഇനി ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുള്ള മാർക്ക് പോണ്ടെന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം അധികം ഡിഫറൻസ് കൊണ്ടുവന്നില്ല. മേ ബി ഈ അഡ്രസ്സിങ് സാധനം കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ കറണ്ട് റെലവെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഡേറ്റ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചു. പിന്നെ എല്ലാ ക്വസ്റ്റിനും ഒരേ ഫോർമാറ്റിലേക്ക് പോവാതിരിക്കാൻ ശ്രമിച്ചു. ഇപ്പം നമ്മൾ ചില ഡെഫിനിഷൻ വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ അടുത്തത് ഡേറ്റ വെച്ച് തുടങ്ങാൻ പറ്റുമോ, അങ്ങനെയുള്ള വെറൈറ്റി കൊണ്ടുവരാൻ നോക്കി. ഇപ്പം സോഷ്യോളജി മൊത്തം പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടും എല്ലാം ഒരു ജസ്റ്റ് കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്, സോഷ്യോളജിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്താണ്, ഏതാണ്? ജനറലി ടഫാണെന്ന് പറയുന്ന തിങ്കേഴ്സിന്റെ പോർഷൻ തന്നെയാണ് ഇഷ്ടം. കാരണം ഒന്ന് ആ തിങ്കേഴ്സിന്റെ പോർഷൻ പഠിച്ച് നമുക്ക് ഏത് ആൻസർ എഴുതാൻ പറ്റും എന്നുള്ളൊരു ഫീൽ ഉണ്ട്. കാരണം അതിൽ ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ആ കണ്ടന്റ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇന്റർചേഞ്ചബിളി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെ ഈ തിങ്കേഴ്സിനെ പഠിക്കുമ്പോഴേക്കും നമ്മൾ ഇപ്പൊ സൊസൈറ്റിയിൽ കാണുന്ന കുറെ കാര്യങ്ങൾക്ക് ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ലഭിക്കുക. അപ്പോൾ കുറച്ച് ചലഞ്ചിങ് ആണ് ആ ഒരു 6 തിങ്കേഴ്സിനെ പ്രോപ്പർലി പഠിച്ചെടുത്ത് അത് പ്രസന്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഈവൻ ദോ അത് ചലഞ്ചിങ് ആയിരുന്നെങ്കിലും ഐ ഫീൽ ദാറ്റ് വാസ് ദി ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ലൈക്ക് അത് പഠിക്കാൻ ഒരു ചലഞ്ചിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഈ തിങ്കേഴ്സിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് വേബറിനെ ഇഷ്ടമായിരുന്നു, പിന്നെ മേർട്ടൺ ഇഷ്ടമായിരുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയത് പാർസൺസിനെയാണ്. ഇനിയിപ്പം നമ്മളുടെ ഈ ഒരു 4 years അസോസിയേഷൻ, അതിനെക്കുറിച്ച് കാജലിന് എന്താണ് പറയാനുള്ളത്? ഞാൻ എൻ്റെ 4 അറ്റംപ്റ്റ് എഴുതിയപ്പോഴും ഞാൻ ടെസ്റ്റ് സീരീസ് വേറെ ഒരു അക്കാഡമിയിലും എടുത്തിട്ടില്ല. സോഷ്യോളജിയുടെ ടെസ്റ്റ് സീരീസ് ഞാൻ കൺസിസ്റ്റന്റ്ലി ഞാൻ സോഷ്യോ മെൻഡസി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു പോയിന്റിൽ ഈ പറയുന്ന പോലെ ഡൽഹിയിൽ ചെയ്യണോ, കാരണം എല്ലാവരും ഡൽഹി ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു, കാരണം നമുക്ക് ചേഞ്ച് വരുത്തണം എന്നുള്ളൊരു ഇല്ല. പക്ഷെ അപ്പോഴും അങ്ങനെ ഡൽഹിയിൽ പോയി ഒരു പ്രഷർ എടുക്കാനുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയില്ല. അപ്പൊ ഇവിടെ തന്നെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ പേഴ്സണൽ ഗൈഡൻസ് കിട്ടും എന്നുള്ളതുകൊണ്ട് ഡൽഹിയിൽ വിൽ ബി വൺ എമംഗ് മെനി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് കൺസിസ്റ്റന്റ്ലി ഇവിടെ എടുത്തത്. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയം മുതൽ ലൈക്ക് ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ആൻസേഴ്സ്. ലൈക്ക് 2022-ൽ ആ പ്രോപ്പർലി ഷെഡ്യൂൾ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റി, 23-ലും. പക്ഷെ ഞാൻ ട്രെയിനിങ്ങിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് എഴുതാൻ പറ്റില്ല. ബട്ട് മാക്സിമം ടെസ്റ്റുകൾ ഞാൻ എഴുതി വെക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ കൺസിസ്റ്റന്റ്ലി ഡിപ്പെൻഡ് ചെയ്തത് സാറിന് മെന്റർഷിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ സോഷ്യോ കണക്ട് മാഗസിൻ ഞാൻ അത്യാവശ്യം റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സാമ്പിൾസ് ഒക്കെ എടുക്കാൻ വേണ്ടി. അതിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റിവിഷൻ ക്ലാസ്സസ്. ഇനി പുതിയതായിട്ട് സോഷ്യോളജി പഠിക്കാൻ UPSC എഴുതുമ്പം സോഷ്യോളജി ഓപ്ഷൻ എടുക്കുന്ന ഒരാളെടുത്ത് കാജലിന് എന്ത് ഉപദേശമായിരിക്കും? ബിക്കോസ് കാജൽ ഇപ്പം പിറകിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പം ഞാൻ തുടങ്ങുമ്പം ഇങ്ങനെയായിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ബേസിസിൽ എന്തൊരു അഡ്വൈസ് ആണ് കൊടുക്കാൻ ഉള്ളത്?
ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു പ്രിലിംസിന്റെ ആ പ്രിപ്പറേഷന്റെ സമയത്ത് തന്നെ സോഷ്യോളജി അത്യാവശ്യം ഫോക്കസ് ചെയ്യുക, ഏത് ഓപ്ഷണൽ ആയാലും ഒരു ഇന്റഗ്രേറ്റഡ് പ്രിപ്പറേഷൻ കൊണ്ടുവരാം. ആൻഡ് മാക്സിമം ബൈ ദ ടൈം വി ആർ എബൌട്ട് ടു റൈറ്റ് മെയിൻസ് അത്യാവശ്യം കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അത് കവർ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ചുകൂടെ ഞാൻ ആ മെയിൻസ് എഴുതുന്ന സമയത്താണ് അത് കവർ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റിലേക്ക് ജനറലി ആസ്പിറൻസിന് ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ അത് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ആൻസർ റൈറ്റിംഗ് വളരെയധികം നമ്മൾ എഴുതുന്നതിൽ എത്ര ആൻസേഴ്സ് മാക്സിമം എഴുതാൻ പറ്റും അത് എഴുതുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ സ്പീഡിന്റെ കാര്യത്തിൽ പറയുമ്പോഴേക്ക് ബ്രെയിൻ സ്റ്റോമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഈവൻ തോ ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ആൻസർ ചെയ്താനുള്ള ഒരു എനർജി കാണില്ല എങ്കിലും മേ ബി 2 ക്വസ്റ്റ്യൻസ് എടുത്ത് ബ്രെയിൻ സ്റ്റോം ചെയ്താൽ മതിയായിരിക്കും. അപ്പം ആ ബ്രെയിൻ സ്റ്റോമിങ് സ്പീഡ് കൂടുമ്പോൾ തന്നെ നമുക്ക് ആൻസർ റൈറ്റിങ്ങിന്റെ സ്പീഡ് കൂടും. സോ ദാറ്റ് വിൽ ഒബ്വിയസ്ലി ഹെൽപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഈ ഒബ്വിയസ്ലി ഇപ്പോൾ പറഞ്ഞ പോലെ പേപ്പർ 1ന്റെ തിങ്കേഴ്സിന്റെ കാര്യം, അത് എത്ര ഡെപ്തി പഠിക്കാൻ പറ്റുമോ. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ഓരോ ടൈമിലും ഓരോ തിങ്കറിനെ പഠിക്കുമ്പോൾ ഓരോ നുവാൻസസ് ആണ് കേൾക്കുന്നത്. അപ്പോൾ ആ നുവാൻസസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അത് എഴുതാനുള്ള സ്കോപ്പ് എവിടെയൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുക. അല്ലാതെ ഇപ്പോൾ എക്സാമ്പിൾസ്, ഡേറ്റ പേപ്പറിൽ വായിക്കുമ്പോൾ യൂണീക്ക് കാര്യങ്ങൾ, കേസ് സ്റ്റഡീസ് ഒക്കെ നോക്കി വെച്ചാൽ നമുക്ക് ആൻസറിൽ ഇടയ്ക്കിടയ്ക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അപ്പം കാജലിന്റെ ഒരു അപ്രോച്ചിൽ ഇപ്പം ഈ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് ത്രൂ ഔട്ട് കാജൽ എപ്പോഴും ഫോക്കസ് ചെയ്തത് ഒരു ആൻസറിനെ പിവട്ട് ചെയ്തിട്ട് ഒരു ആൻസർ റൈറ്റിങ്ങിനെയാണോ ഒരു പിവട്ടായി വെച്ചത്, അതിനകത്തേക്ക് എനിക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം, ലൈക്ക് ഈവൻ കണ്ടന്റ് പോലും ആ ആൻസർ റൈറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണോ കാജൽ കണ്ടത്? കാരണം ജനറലി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായി എല്ലാവരും കണ്ടന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ കണ്ടന്റിന്റെ കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ഇമ്പോർട്ടൻസ് ആണ് ആൻസർ റൈറ്റിംഗ്. അപ്പൊ കാജലിന്റെ അപ്രോച്ചിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, കാജൽ എപ്പോഴും നമ്മൾ പ്രാഗ്മാറ്റിക് ആവുക എന്ന് പറയുന്ന പോലെയാണ്. അതായത് വെറുതെ കുറെ കണ്ടന്റ് പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ അൾട്ടിമേറ്റ്ലി ഇതൊരു ആൻസറായി എഴുതേണ്ടതാണ്. അപ്പം ആൻസറിനെ പിവട്ടായി വെച്ച് അതിനകത്തേക്ക് എനിക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം, അത് ഡേറ്റ ആയിക്കോട്ടെ, തിങ്കേഴ്സിന്റെ നെയിം ആയിക്കോട്ടെ, കീവേഡ്സ് ആയിക്കോട്ടെ, ഈ ഒരു അപ്രോച്ച് കാജൽ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു അപ്രോച്ചിലേക്ക് കാജൽ എത്തിയത്? സാർ, അതെനിക്ക് തോന്നുന്നു 23 അറ്റംപ്റ്റിന്റെ സമയത്ത് എനിക്ക് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ മറ്റേ സൈഡിലോട്ടായിരുന്നു. ആ കണ്ടന്റിന് കൂടുതൽ ഫോക്കസ് വേണം, അല്ലെങ്കിൽ എനിക്ക് സംതിങ് ഇപ്പം എൻ്റെ മാർക്ക് കൂട്ടാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആഡ് ചെയ്യലാണ്. അപ്പോഴാണ് എൻ്റെ മാർക്ക് കൂടുക എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. പേപ്പർ 2യുടെ മാർക്സ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സംഹൗ ദിസ് ഡിഡ് നോട്ട് വർക്ക്. അപ്പം പിന്നെ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഈ മുന്നത്തെ ഇപ്പം ടെലിഗ്രാം ഗ്രൂപ്പ്സിലൊക്കെ അല്ലാതെ ടോപ്പേഴ്സിന്റെ ആൻസർ കോപ്പീസ് നമ്മൾ വായിക്കുമ്പോഴേക്കും മനസ്സിലാവുന്നത്, ഇപ്പം 2 ആൻസർ കോപ്പി ഇപ്പം ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആൻസർ നോക്കുമ്പോൾ ഒരാൾ ഭയങ്കര കണ്ടന്റ് ഹെവി ആണ്, മറ്റേ ആൾ വളരെ സിമ്പിൾ ആയിട്ട് സ്ട്രേറ്റ് ടു ദ പോയിന്റ് അഡ്രസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് ഗിവൺ മോർ മാർക്സ് ഫോർ ദിസ് ആൻസർ കോപ്പി. അപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ടന്റ് ഒക്കെ നമുക്ക് കണ്ടന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, അത് അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഓവറായിട്ട് നമ്മൾ കണ്ടന്റിന്റെ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. ബേസിക് ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ബേസിക് കണ്ടന്റ് ഫൗണ്ടേഷൻ നമുക്ക് വേണം, അതിന്റെ മേലേക്കാണ് നമ്മളിത് വർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു അറ്റംപ്റ്റിന് ശേഷം ഐ സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ആൻസർ റൈറ്റിംഗ്. അപ്പോൾ ആൻസർ റൈറ്റിംഗിൽ തന്നെ ഇപ്പം നമുക്ക് ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പം ആദ്യത്തെ ആൻസറിന്റെ ഇൻട്രൊഡക്ഷൻ ഡെഫിനിഷൻ ആണെങ്കിൽ രണ്ടാമത്തെ ആൻസറിന്റെ അത് തന്നെയാണ്, മൂന്നാമത്തെ ആൻസറിന്റെ അത് തന്നെയാണ്. അപ്പം അങ്ങനെ റെപ്പിറ്റേറ്റീവ്. അപ്പം ഞാൻ തന്നെ ആലോചിച്ചു, ഒരു ഇവാലുവേറ്ററിന്റെ പെർസ്പെക്റ്റീവിൽ ഒരേ ഫോർമാറ്റിൽ ഒരു ആൻസർ കാണുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ സംവേർ അതിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവരുത്താൻ പറ്റിയാൽ, ഇപ്പോൾ പേപ്പർ 2ലാണെങ്കിൽ ആദ്യം മേ ബി ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം, ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഡേറ്റ വെച്ച് തുടങ്ങാം. അപ്പം ചിലതിൽ ഡെഫിനിഷൻ വെച്ച് തുടങ്ങാം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ? പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു വളരെ സ്റ്റബേൺ കാര്യമായിരുന്നു, എല്ലാ പോയിന്റ് എഴുതുമ്പോഴും എക്സാമ്പിൾ എഴുതണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അത് എഴുതുമ്പോഴേക്ക് സ്പേസ് എല്ലാം കൂടെ കവർ ആവും. അപ്പോൾ എനിക്ക് തോന്നി നമ്പർ ഓഫ് പോയിന്റ്സ് കൂട്ടാം, ആൻഡ് ആ എഴുതുന്ന പോയിന്റ് ക്ലാരിഫൈ ചെയ്യണം, ലൈക്ക് പ്രോപ്പർലി എന്താണ്. അപ്പോൾ ഞാൻ പലപ്പോഴും സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, ഞാനത് എഴുതിയിട്ട് ബാക്കി അയാൾ ഊഹിച്ചോളും എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിന്റുകൾ എഴുതുന്നത്. അപ്പോൾ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് അപ്പം ഒരു മേ ബി 1-2 പോയിന്റിന് എക്സാമ്പിൾ കൊടുക്കാം, ബാക്കി നിർബന്ധമില്ല എന്നുള്ളൊരു ലൈനിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. ഈ ഒരു കാര്യം നടപ്പിലാക്കുക എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു ആൻസർ റൈറ്റിങ്ങിനെ പിവട്ടായി വെച്ചുകൊണ്ട് നമ്മൾ മാക്സിമം അതിനകത്ത് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുക, അത് ഇത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ബിക്കോസ് ഇത് നമ്മൾ ഇപ്പോൾ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫിസിക്കൽ എഫേർട്ട് ഇല്ല, പക്ഷെ ആൻസർ എഴുതുക എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എഫേർട്ടാണ്. അതിനോട് നമ്മളെ മൈൻഡും എല്ലാം വർക്ക് ചെയ്യണം. സോ ഇത് പ്രാക്ടിക്കലി നന്നാക്കി എടുക്കാൻ, ഒന്ന് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ എന്തായിരുന്നു കാജൽ ചെയ്തുകൊണ്ടിരുന്നത്? ഡെയിലി ബേസിസിൽ ആൻസർ എഴുതുക എന്നുള്ളതാണോ, വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്ട്രാറ്റജി ആയിട്ട് അതിന് ഫോളോ ചെയ്തത്? ഞാൻ ഡെയിലി ബേസിസ് ആൻസർ റൈറ്റിംഗ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ലിറ്ററലി എനിക്ക് ഡെയിലി ബേസിസിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മാക്സിമം ഒരു 1-2 സോഷ്യോളജി ആൻസേഴ്സ് എങ്കിലും, കാരണം ഓപ്ഷനിലെ മാർക്ക് കൂടിയാലേ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വരുള്ളൂ എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പം 1-2 ആൻസർ എങ്കിലും
ഡെയിലി ചെയ്യണം. അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യണം എന്ന് ഞാൻ മാൻഡേറ്ററി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സംവെയർ ഐ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ഓൺ ആൻ എവറി ഡേ ബേസിസ് ഐ വിൽ എൻഗേജ് വിത്ത് ദി ഓപ്ഷണൽ. ഒരു ഗ്യാപ്പ് വരരുത് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ലൈക്ക് പർട്ടിക്കുലർലി ഇപ്പോൾ ഒരു വീക്ക് ഞാൻ ഡർക്കേമിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ ഡർക്കേമിൻ്റെ ആൻസേഴ്സ് ഞാൻ മാക്സിമം എഴുതി ആൻഡ് അതിലെന്താണ് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുക ശ്രമിച്ചു. പിന്നെ ബാക്കിയെല്ലാം ടെസ്റ്റ് സീരീസ് പ്രോപ്പർലി ടെസ്റ്റ് സീരീസിൻ്റെ ലൈക്ക് ഷെഡ്യൂൾ അനുസരിച്ച് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാ ടെസ്റ്റും എടുക്കുന്നു എന്നുള്ളൊരു അവസാനമാണ് ഞാൻ എല്ലാ ടെസ്റ്റും കൂടെ സാറിന് അയച്ചത്. അപ്പം അങ്ങനെ ടെസ്റ്റ് അപ്പം അത് ചെയ്യാൻ പാടില്ല. ലൈക്ക് ഫ്രം ആൻ ആസ്പിറൻസ് പെർസ്പെക്റ്റീവ് അത് ശരിക്കും അവർക്ക് ലാസ്റ്റ് മിനിറ്റിൽ ആ പറയുന്ന പോലെ ഒരു ഫീഡ്ബാക്ക് ഇട്ടിട്ട് പെട്ടെന്ന് ഒരു ചേഞ്ച് വരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ ഒരു എന്താ പറയുക ഗ്രാജുവലി ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ എല്ലാ ടെസ്റ്റുകളും ഫോളോ ചെയ്തു. അപ്പോൾ ഡെയിലി ആൻസർ റൈറ്റിംഗ് ചെയ്തു, ടെസ്റ്റുകളെല്ലാം പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്തിടുക എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു. അപ്പം ഡെയിലി എഴുതുക എന്ന് പറയുന്നത് ജനറലി എല്ലാ ആസ്പിറൻസിനും എല്ലാവരും കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആണ്. പക്ഷേ ഈ ഡെയിലി എഴുതിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനകത്തുനിന്ന് എങ്ങനെയാണ് ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നത് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എങ്ങനെയാണ് കാജൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അപ്പം ഒരു സെൽഫ് ഇവാലുവേഷൻ ഉണ്ടല്ലോ. അപ്പം കാജൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടി ഡെയിലി എഴുതുന്ന ആൻസേഴ്സിനെ എങ്ങനെയാണ് അതിന് ഇവാലുവേറ്റ് ചെയ്യുന്ന അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സർ, രണ്ട് രീതി കാണാം. അതിപ്പോൾ ഒരു രീതി എന്ന് പറയുന്നത് ആൻസർ എഴുതുന്നത് ആ ബ്രെയിൻ സ്റ്റോമിങ് സ്പീഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം എൻ്റെ കേസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കൺസിസ്റ്റൻ്റ് എനിക്ക് ആ ബ്രെയിൻ സ്റ്റോമിങ് സ്പീഡ് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ആ ടൈമിനനുസരിച്ച് പേപ്പർ ഒരു ക്വാളിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കായിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആൻസർ എഴുതിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് പറയാനുള്ളത് ആൻസർ എഴുതിയിട്ട് നമ്മൾ അത് ബുക്കിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്താണ് വാട്ട് വെൻ റോങ് എന്നുള്ളത്. അപ്പോൾ ഓബ്വിയസ്ലി ഫീഡ്ബാക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പിയർ ഇവാലുവേഷൻ ചെയ്യാം, അല്ലെങ്കിൽ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് കൊടുക്കാം. അപ്പോൾ പല പെർസ്പെക്റ്റീവ്സ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ ടോപ്പർ കോപ്പീസ് അതേ ക്വസ്റ്റ്യൻസ് ടോപ്പർ കോപ്പിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യാം എന്താണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു അനാലിസിസ് ചെയ്തില്ലെങ്കിൽ ഐ ഫീൽ ലൈക്ക് ആ എഴുതിയതിൻ്റെ എനർജി മാത്രമേ പോകുന്നുള്ളൂ. അൾട്ടിമേറ്റ്ലി അതിൽ നിന്നൊരു സംതിങ് വി കാൻ ടേക്ക് ബാക്ക് അങ്ങനെ തോന്നി. അപ്പം ഈ ഒരു പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു ടൈമിൽ കാജൽ ആൻസർ എഴുതുന്നുണ്ട്, ഡെയിലി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും സ്റ്റക്ക് ആയതുപോലെ ഒരു ഫീലിംഗ് എപ്പോഴേലും വന്നിട്ടുണ്ടായിരുന്നു? സ്റ്റക്കായ പോലെ എന്ന് പറയുന്നത് എനിക്ക് ആൻസർ എഴുതുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ സ്കോറുകൾ ചിലപ്പോൾ ഞാൻ വിചാരിച്ച പോലെ വരുന്നില്ല. അല്ലെങ്കിൽ മുന്നേ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ടൈമിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന പേപ്പേഴ്സ് എനിക്ക് ഫോർത്ത് അറ്റംപ്റ്റ് ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അഗെയിൻ ഈ തിയറീസും തിങ്കേഴ്സും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ കേൾക്കാത്ത കുറേ സാധനങ്ങൾ വരുന്നു. അപ്പം ഞാൻ ആലോചിക്കും, ഓക്കെ അപ്പോൾ ഇത്ര അറ്റംപ്റ്റുകൾ ഞാൻ ഇത് പഠിച്ചിട്ടില്ലേ, ഞാൻ സോഷ്യോളജി ഓപ്ഷനിൽ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരാളാണ്, അപ്പം അത് പഠിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പോയിന്റുകളിൽ എവിടെയൊക്കെ കോൺഫിഡൻസ് അഫക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബട്ട് അഗെയിൻ ഐ തിങ്ക് ദാറ്റ് ഇതൊക്കെ വർക്കബിൾ ആണ്, ഇതൊന്നും ഇമ്പോസിബിൾ കാര്യങ്ങളല്ല. അപ്പം നമ്മൾ ആ ഒരു എഫേർട്ട് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു. ഓക്കെ, ഇനി ഫൈനലി ഇനി മുന്നോട്ടേക്ക് സപ്പോസ് കാജലിൻ്റെ അടുത്ത് ഒരാൾ ഓപ്ഷണൽ സെലക്ഷനെ കുറിച്ച് ചോദിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും കാജൽ സോഷ്യോളജി നല്ലൊരു ഓപ്ഷനാണെന്ന് പറയുന്നതിൻ്റെ റീസൺസ് എന്തായിരിക്കും? സർ, ഞാൻ മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ജനറലി എൻ്റെ മെൻറ്റീസിനോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അത്യാവശ്യം സ്കോറിങ് ഓപ്ഷനിലാണ്, അങ്ങനെ നമുക്ക് ചതിക്കില്ല എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയില്ല, വിത്ത് ദ ട്രെൻഡ്സ് ഐ ഫീൽ ലൈക്ക് എല്ലാ ഓപ്ഷനിലും ഭയങ്കരമായിട്ട് ഒരു സേഫ് ഓപ്ഷനിലാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒരു ഓപ്ഷനിലും ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്. സോ ദാറ്റ് റീസൺ ഐ വോണ്ട് സേ, ബട്ട് ഐ വിൽ സേ ദാറ്റ് നമുക്കൊരു സോഷ്യോളജി ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഐ തിങ്ക് കമ്പയർ ടു അതർ സബ്ജക്ട്സ് സോഷ്യോളജി ഒരു നല്ല എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയിരിക്കും. കാരണം വളരെ തിയറിറ്റിക്കലായിട്ട് പോകുന്നുണ്ടെങ്കിലും തിയറി അൾട്ടിമേറ്റ്ലി അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പം ഒരു സെൻസ് ഓഫ് ക്യൂരിയോസിറ്റി ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു സിലബസ് വളരെ ക്രിസ്പാണ്. സോ നമുക്ക് ഈവൻ ഐ തിങ്ക് പ്രിലിംസ് മെയിൻസ് ഗ്യാപ്പിന്റെ ഇടയിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണ്, അൺലൈക്ക് അതർ ഓപ്ഷൻസ്. അപ്പം മേ ബി ബിക്കോസ് ഓഫ് ദീസ് ടു റീസൺസ് ഐ വുഡ് സജസ്റ്റ് സോഷ്യോളജി. അപ്പം ഇതോടെ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് ചർച്ച ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം മുന്നോട്ടുള്ള കാജലിന്റെ കരിയറിൽ എല്ലാവിധ വിഷസും നമ്മൾ നേരെയാണ്. അപ്പം താങ്ക് യു. ഇതെന്തായാലും ഈ റിസൾട്ട് വീണ്ടും വളരെ സ്പെഷ്യലാണെന്ന് ഒരിക്കൽ കൂടി പറയാണ്. കാജലിന്റെ കമ്മിറ്റ്മെന്റിനും ഹാർഡ് വർക്കിനും പെർസവറൻസിനും നമ്മളുടെ എല്ലാവിധ കൺഗ്രാറ്റ്സും. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു എവരിവൺ.